أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 145-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിന്റെ മുഖം കൂടെ കൂടെ ആകാശത്തേക്ക് തിരിയുന്നത് നാം കാണുന്നുണ്ട്. തന്മൂലം നീ തൃപ്തിപ്പെടുന്ന ഒരു ഖിബിലയുടെ നേർക്ക് തീർച്ചയായും നാം നിന്നെ തിരിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ മുഖം പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന് നേരെ തിരിക്കുക. മുസ്ലിങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്ക് നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക. ഇത് അതായത് ഈ ഖിബില മാറ്റുന്നതിനുള്ള കൽപ്പന തങ്ങളുടെ നാഥനിൽ നിന്നുള്ളതാണെന്ന് ഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിനെ ചില മുഫസ്സിരീങ്ങൾ ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് ഇബ്നു കസീറിൻ്റെയും അതുപോലെ തന്നെ ഫത്ഹുൽ ബയാനിലുള്ള നിവേദനങ്ങളുടെ ചില അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറയുന്നത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ മുഖം ഉയർത്തി ആകാശത്തിലേക്ക് നോക്കാറുണ്ടായിരുന്നു എന്ന്. അതായത് കിബില മാറുന്നതിനുള്ള കൽപ്പന എപ്പോൾ ഇറങ്ങും എന്ന ചിന്തയിൽ അദ്ദേഹം മുകളിലേക്ക് ആകാശത്തിലേക്ക് നോക്കാറുണ്ടായിരുന്നു എന്ന്. റസൂൽ പറയാണ്, നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നിരോധിക്കപ്പെട്ടത് എപ്പോഴാണെന്നുള്ള ചർച്ചയ്ക്ക് അത് വേറെയാണ്. എന്നാൽ ഈ ഉദ്ദേശത്തിനായി, അതായത് കിബില മാറുന്നതിനുള്ള കൽപ്പനയ്ക്കായി ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കുന്നത് എന്നത് സ്വയം മനുഷ്യബുദ്ധിക്ക് ഒരു നിമിഷം പോലും സ്വീകരിക്കാൻ കഴിയില്ല. ഇനി കിബിലയല്ലാത്ത മറ്റു കാര്യങ്ങളിലും കൽപ്പന ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ആകാശത്തേക്ക് തല ഉയർത്തി നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ശീലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. എന്നാൽ ഖുർആനിൽ ഫിസ് സമായി, ആകാശത്തിൽ എന്ന വാക്ക് വന്നതുകൊണ്ട് മാത്രം റസൂലിൻ്റെ സാധാരണ രീതിക്ക് തീർത്തും വിരുദ്ധമായൊരു പ്രവൃത്തി ശരിയാണെന്ന് അംഗീകരിക്കുന്നത് യാതൊരു രീതിയിലും അനുവദനീയമല്ല. റസൂൽ പറയുക, ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ഭാഷാപ്രയോഗമാണ്. നമ്മുടെ ഭാഷയിലും പറയാറുണ്ട്, എൻ്റെ കണ്ണുകൾ അവിടെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ അവിടേക്ക് തന്നെ തിരിഞ്ഞിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കണ്ണ് അവിടെ തന്നെ കൊണ്ടുവച്ചു എന്നല്ല. അതുപോലെ ഖദ്നറ തഖല്ലുബ വജിഹിക ഫിസ് സമായി എന്നതിൻ്റെയും അർത്ഥം നിൻ്റെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ ശ്രദ്ധയുടെ ആകാശത്തിലേക്കുള്ള ആവർത്തനമായ തിരിവ് നാം കാണുന്നു എന്നാണ്. അതായത് നിൻ്റെ ഹൃദയത്തിൽ ഇടയ്ക്കിടെ ഈ വിഷയത്തിൽ ആകാശത്തിൽ നിന്ന് വഹിയിലൂടെ അള്ളാഹുവിൻ്റെ ഉത്തരവ് ഇറങ്ങുമോ എന്ന ആഗ്രഹം ഉണ്ടാകുന്നു. ഒരു വീണ്ടും ഇതിൽ മറ്റു മുഫസ്സിരീങ്ങളുടെ അവർ പറഞ്ഞതുപോലെ നേരിട്ടുള്ള ഇങ്ങനെയുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാലുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ അർത്ഥം നിൻ്റെ ശ്രദ്ധയുടെ ആകാശത്തിലേക്കുള്ള, അതായത് വഹിയിലേക്കുള്ള ആവർത്തനമായ തിരിവ്, വഹി വരുമോ എന്നുള്ളതിനുള്ള ആവർത്തനമായ തിരിവ് നാം കാണുന്നു എന്നാണ്. ഇത് നമ്മുടെ ഭാഷയിലും, അതായത് എൻ്റെ നോട്ടം അവിടെ തന്നെയാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. അതായത് അവിടെ നിന്നാണ് വിജയം പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിൽ നിന്ന്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക് നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും അള്ളാഹു അതുവരെ വെളിപ്പെടുത്തിയ പഴയ പ്രവചനങ്ങളിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയും അന്തിമമായി കിബില കഅബയിലേക്ക് മാറുമെന്ന് അറിഞ്ഞിരുന്നു. അത് ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ആദ്യപടി ആയിരിക്കും. ഇസ്ലാമിൻ്റെ വിജയകാലഘട്ടത്തിൻ്റെ അടയാളമായി അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനാൽ അദ്ദേഹം ഇടയ്ക്കിടെ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിച്ചു കഅബയിലേക്ക് മുഖം തിരിക്കാനുള്ള ഉത്തരവ് എപ്പോൾ വരുമെന്ന് കാത്തിരുന്നു. പിന്നെ പറയുന്നു, വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ഷത്റഹ്, നിങ്ങൾ എവിടെയായിരുന്നാലും
അതിലേക്ക് മുഖം തിരിക്കുക. ഇവിടെ മുമ്പത്തെ വാക്യത്തിൽ ഫവല്ലി വജഹക്ക, നിൻ്റെ മുഖം തിരിക്കുക എന്ന് ഏകവചനം ഉപയോഗിച്ചു. ഇവിടെ ഫവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക എന്ന് ബഹുവചനം നൽകിയിരിക്കുന്നു. കാരണം ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് സംബോധന, രണ്ടാമത്തത് എല്ലാ മുസ്ലിങ്ങൾക്കും വിവിധ നാടുകളിലും പ്രദേശങ്ങളിലുമെല്ലാം താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഹുസൂർ ഒരു പ്രത്യേക കാര്യം നമ്മളെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെ ആദ്യം ഫവല്ലി വജഹക്ക എന്ന വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിലൂടെ, പിന്നീട് മുസ്ലിങ്ങളോടെല്ലാം കൽപ്പിച്ചതിലൂടെ ഇസ്ലാമിൽ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നു. മറ്റെല്ലാ മുസ്ലിങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇമാമായിക്കൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇമാമാക്കിക്കൊണ്ട് നമസ്കരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഷാ ഫജർ നമസ്കാരങ്ങൾക്ക് വരാത്തവരുടെ വീടുകൾ ഞാൻ കത്തിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഒരു ഹദീസിൽ സംഭവം പറയുന്നു. ഒരു അന്ധനായ വ്യക്തി പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്ക് കണ്ണുകളില്ല, വഴിയിൽ കല്ലുകൾ വച്ചിരിക്കുന്നു, ഞാൻ തട്ടി വീഴുന്നു, വീട്ടിൽ നമസ്കരിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം നൽകി. എന്നിട്ട് പിന്നെ ചോദിച്ചു, നിൻ്റെ വീട്ടിലേക്ക് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമോ? അദ്ദേഹം പറഞ്ഞു, അതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ എങ്ങനെയെങ്കിലും പള്ളിയിലേക്ക് എത്തിച്ചേരുക എന്ന്. ഹുസൂർ പറയുന്നു, എന്നിട്ട് ഇന്ന് ബാങ്ക് കേട്ടിട്ടും പള്ളിയിലേക്ക് വരാത്തവർക്ക് ഏത് കല്ലുകളാണ് തടസ്സം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധനെ പോലും വീട്ടിൽ നമസ്കരിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ചെറിയ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ജമാഅത്ത് ഉപേക്ഷിക്കുന്നു. ഇത് ആത്മീയ അന്ധതയാണെന്നുള്ളതിന് തെളിവാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.